നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സ്വകാര്യ സർവകലാശാല ബിൽ അനന്തമായി നീളുന്നത് ഗവർണർ ഒപ്പിടാത്തതാണെന്നും ഇത് സംബന്ധിച്ച കേസ് കോടതിയിൽ തുടരുകയാണെന്നും മന്ത്രി ആർ ബിന്ദു. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഭാവി മുൻനിർത്തി 2031 കോട്ടയത്ത് വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിക്കുമെന്നും മന്ത്രി. സെമിനാറിൽ സമ്പൂർണ്ണവും സൗജന്യവുമായ ഇന്റേൺഷിപ്പും പെയ്ഡ് ഇന്റേൺഷിപ്പും സംഘടിപ്പിക്കുമെന്നും മന്ത്രി ആർ ബിന്ദു. നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ മങ്കര പഞ്ചായത്തിലെ വാതക ശ്മശാനം യാഥാർത്ഥ്യമാകുന്നു. പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് 2016 KV വിജയദാസ് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 45 ലക്ഷം രൂപ ചെലവിൽ. ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ കുളപ്പള്ളി ഷൊർണൂർ പാതയിലെ കുഴികൾ ടാറിംഗ് പ്രവൃത്തികൾക്ക് തുടക്കം. സംഗീത സാഗരം തീർക്കാൻ ഒരുങ്ങി ചെമ്പൈ ഗ്രാമം. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ 129ാം ജന്മദിനാഘോഷം സെപ്റ്റംബർ 13-14 തീയതികളിൽ. സംഗീത സംഗമത്തിൽ പങ്കെടുക്കുന്നത് 200-ൽ പരം ഗായകർ. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കാളികൾ. ആഘോഷങ്ങൾ ഏതുമാകട്ടെ, വിളിപ്പുറത്തെത്തും ഷൊർണൂർ കുടുംബശ്രീയുടെ റെഡ് മീറ്റിംഗ്. ടീമിൽ ഷൊർണൂർ നഗരസഭയുടെ വിവിധ വാർഡുകളിൽ നിന്നായി 20 കുടുംബശ്രീ അംഗങ്ങൾ. സംരംഭം പാലക്കാട് ജില്ലയിൽ തന്നെ ആദ്യത്തേത്. വാർത്തകൾ വിശദമായി. സ്വകാര്യ സർവകലാശാല ബിൽ ഗവർണർ ഒപ്പുവെച്ചിട്ടില്ലെന്ന് മന്ത്രി ആർ ബിന്ദു. ബിൽ അനന്തമായി നീണ്ടുപോകുകയാണെന്നും ഇത് സംബന്ധിച്ച കേസ് കോടതിയിൽ തുടരുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഭാവി മുൻനിർത്തി 2031 കോട്ടയത്ത് വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിക്കുമെന്നും ഇതിന്റെ ഭാഗമായി സമ്പൂർണ്ണവും സൗജന്യവുമായ ഇന്റേൺഷിപ്പും പെയ്ഡ് ഇന്റേൺഷിപ്പും സംവിധാനം ഒരുക്കുമെന്നും മന്ത്രി ആർ ബിന്ദു തൃശ്ശൂരിൽ പറഞ്ഞു. AI സാങ്കേതിക വിദ്യകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പഠനത്തിന് പരിശീലനം നൽകാൻ സർവകലാശാലകൾ നടപടി സ്വീകരിക്കും. പരാതി പരിഹാര സംവിധാനങ്ങൾ ഊർജിതമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ബിരുദ പ്രോഗ്രാമുകളുടെ പുനഃസംഘടന ബന്ധപ്പെട്ട് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകൾ കൂടുതൽ സജ്ജമാക്കും. ഇന്റേൺഷിപ്പ് പോർട്ടൽ ഉടൻ സജ്ജമാകും. സൗജന്യ ഇന്റേൺഷിപ്പ്, സ്റ്റൈഫൻഡ് ഇന്റേൺഷിപ്പ്, പെയ്ഡ് ഇന്റേൺഷിപ്പ് എന്നിങ്ങനെയാണ് ഇന്റേൺഷിപ്പുകൾ ഉണ്ടാവുക. ഇന്റേൺഷിപ്പ് പോർട്ടൽ സംവിധാനം വിദ്യാർത്ഥികൾക്കായി ഒരുക്കും. സമ്പൂർണ്ണവും സൗജന്യവുമായ ഇന്റേൺഷിപ്പും പെയ്ഡ് ഇന്റേൺഷിപ്പ് സംവിധാനവും ഇതിന്റെ ഭാഗമായി ഒരുക്കും. തയ്യാറാക്കിയിട്ടുള്ളത് 3 തരത്തിലുള്ള ഇന്റേൺഷിപ്പ് സൗകര്യങ്ങൾ അതിലൂടെ ലഭ്യമാകും. സമ്പൂർണമായും സൗജന്യമായുള്ള ഇന്റേൺഷിപ്പ്, സ്റ്റൈപ്പൻഡോട് കൂടിയിട്ടുള്ള ഇന്റേൺഷിപ്പ്, പെയ്ഡ് ഇന്റേൺഷിപ്പ്, അതായത് അങ്ങോട്ട് പണം കൊടുത്തുള്ള ഇന്റേൺഷിപ്പ്, അങ്ങനെ 3 തരത്തിലുള്ള ഇന്റേൺഷിപ്പുകൾ വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകുന്ന തരത്തിലാണ് ആ ഇന്റേൺഷിപ്പ് പോർട്ടൽ തയ്യാറാക്കുന്നത്. പിന്നെ PG BVoc പ്രോഗ്രാമുകളുടെ കരിക്കുലം പരിഷ്കരിക്കാനും അടിയന്തരമായിട്ട് സർവകലാശാലകൾ നടപടികൾ സ്വീകരിക്കും. വിഷൻ 2031-1 എന്ന പേരിൽ വിദ്യാഭ്യാസ സെമിനാർ കോട്ടയത്ത് വെച്ച് സംഘടിപ്പിക്കും. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഭാവി മുൻനിർത്തിയാണ് സെമിനാർ സംഘടിപ്പിക്കുക. സ്വകാര്യ സർവകലാശാല ബിൽ ഗവർണർ ഒപ്പുവച്ചിട്ടില്ല. അത് സംബന്ധിച്ച് കോടതിയിൽ കേസ് നടക്കുന്നെന്നും മന്ത്രി പറഞ്ഞു. അതിപ്പോൾ അനന്തമായിട്ട് നീണ്ടുപോവല്ലേ. അത് സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ ഒരു കേസ് നടന്നു വരികയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മങ്കരയിലെ വാതക ശ്മശാനം ഉദ്ഘാടനത്തിന് ഒരുങ്ങിയതോടെ ജനങ്ങളുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമമാകുന്നു. 2016 KV വിജയദാസ് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 45 ലക്ഷം രൂപ ചെലവിലാണ് പദ്ധതിയുടെ പൂർത്തീകരണം. സാങ്കേതിക പ്രശ്നങ്ങളിൽപ്പെട്ട് 9 വർഷത്തിലധികം കാത്തിരിപ്പിനൊടുവിലാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. സാങ്കേതിക പ്രശ്നങ്ങളിൽപ്പെട്ട് നീണ്ട 9 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ശ്മശാനം പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിന് ഒരുങ്ങി നിൽക്കുന്നത്. പുതിയ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലഘട്ടത്തിലാണ് ഒട്ടേറെ പ്രതിസന്ധികളെ തരണം ചെയ്ത് വാതക ശ്മശാനം പൂർത്തീകരിച്ച് തുറന്നു നൽകാൻ നടപടിയായതെന്ന് മങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് പറഞ്ഞു. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായതായും പൊല്യൂഷൻ അനുമതിയും ലഭ്യമായതായും അടുത്ത മാസം ആദ്യവാരം തന്നെ ഉദ്ഘാടനം നടത്താനാകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. മങ്കര കാളികാവ് ശ്മശാനത്തിലേക്കുള്ള റോഡും കഴിഞ്ഞ ദിവസം കോൺക്രീറ്റിൽ പൂർത്തിയായതോടെ യാത്രാക്ലേശത്തിനും പരിഹാരമായതായി പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ശ്മശാനം നടത്തിപ്പിനുള്ള കൊട്ടേഷൻ ക്ഷണിച്ചതായും അറിയിച്ചു. CCTV അടക്കമുള്ള ആധുനിക സൗകര്യങ്ങളോടെയാണ് മങ്കര കാളികാവിലെ വാതക ശ്മശാനം പൂർത്തീകരിച്ചിട്ടുള്ളത്. പദ്ധതി ഉദ്ഘാടനം കഴിയുന്നതോടെ മങ്കര, മണ്ണൂർ, പറളി, പെരിങ്ങോട്ടുകുറിശി, കോട്ടായി, കേരളശ്ശേരി എന്നീ പഞ്ചായത്തുകളിലുള്ളവർക്ക് പ്രയോജനകരമാകും. പലരും വിദൂരങ്ങളിലാണ് സംസ്കാരത്തിനായി കൊണ്ടുപോയിരുന്നത്. ഈ പുതിയ ഭരണസമിതി 2020 അധികാരമേറ്റെടുത്തത്, അതിനുശേഷം ഒട്ടനവധി കടമ്പകൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കടക്കേണ്ടതായി വന്നിട്ടുണ്ട്. അവയെല്ലാം തന്നെ ഇന്ന് പരിഹരിക്കപ്പെട്ട് നമുക്ക് ലൈസൻസ് ലഭ്യമാക്കിയിരിക്കുകയാണ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്ന് ഉൾപ്പെടെ ഉള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇന്നത്തെ പത്രത്തിൽ ഇത് നടത്തിപ്പിന് വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള കൊട്ടേഷൻ ക്ഷണിക്കുക കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത മാസം ആദ്യം ഈ വാതക ശ്മശാനം തുറന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ട എല്ലാ നടപടികളും പൂർത്തിയാക്കിയിരിക്കുകയാണ്.
എന്തായാലും 2016 തറക്കല്ലിട്ട് ഇപ്പോഴെങ്കിലും അത് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. ഈ ഭരണസമിതി ആ കാര്യത്തിൽ എടുത്ത ശുഷ്കാന്തി അന്ന് ഉദ്യോഗസ്ഥന്മാർ അതിന് കാട്ടിയ ഒരു താല്പര്യം വളരെ വലുതാണ്. ഉദ്ഘാടനം എന്തായാലും അടുത്ത മാസം ആദ്യം നടക്കുന്നതാണ്. ഉദ്ഘാടനത്തിന്റെ മുന്നോടിയായി പഞ്ചായത്ത് പ്രസിഡന്റ് ഗോകുൽദാസ് ശ്മശാനം സന്ദർശിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കുളപ്പുള്ളി ഷൊർണൂർ പാതയിലെ കുഴികളിലെ ടാറിംഗ് പ്രവൃത്തികളുടെ മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഇതോടെ മേഖലയിൽ പൊടിശല്യത്തിനും പരിഹാരമാകും. പ്രതിഷേധങ്ങളുടെ പിന്നാലെയാണ് PWD അധികൃതർ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നത്. ടാറിംഗ് പ്രവൃത്തികൾ അടുത്ത ആഴ്ച തുടങ്ങിയേക്കും. പ്രതിഷേധങ്ങൾ വീണ്ടും കനത്തതോടെ PWD അധികൃതരും പിന്നോട്ടില്ല. നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ തന്നെ തീരുമാനം. കുളപ്പുള്ളി ഷൊർണൂർ പാതയിലെ ശോചനീയാവസ്ഥയും പൊടിശല്യവും രൂക്ഷമായ സാഹചര്യത്തിലാണ് തീരുമാനം. ഓണം കഴിഞ്ഞ് മഴ മാറിയെന്നോടെയാണ് ടാറിംഗ് പ്രവൃത്തികൾക്ക് മുന്നോടിയായുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ക്വാളിറ്റിയുള്ള ബിറ്റുമിൻ എമൽഷൻ പാതയിൽ സ്പ്രേ ചെയ്യുന്ന പ്രാരംഭ പ്രവർത്തനങ്ങളാണ് വ്യാഴാഴ്ച മുതൽ ആരംഭിച്ചിരിക്കുന്നത്. ഇതോടെ മേഖലയിലെ പൊടിശല്യത്തിനും പരിഹാരമാകും. ഓണത്തിനു മുൻപ് കുഴികളിൽ മെറ്റലിംഗ് നടത്തി ഉറപ്പിച്ച ഭാഗങ്ങളിലാണ് ഇപ്പോൾ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. മഴയില്ലെങ്കിൽ അടുത്ത ആഴ്ചയിൽ ടാറിംഗ് പ്രവൃത്തികൾ ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. PWD അധികൃതരുടെ നേതൃത്വത്തിലാണ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. നേരത്തെ റോഡ് തകർച്ചയ്ക്കും പൊടിശല്യത്തിനുമെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഷൊർണൂർ MLA P മമ്മിക്കുട്ടിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ചിലവഴിച്ചാണ് തകർച്ച നേരിട്ട ഭാഗങ്ങളിൽ നവീകരണ പ്രവൃത്തികൾ നടപ്പാക്കുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കർണാടക സംഗീത ചക്രവർത്തി ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ 129ാമത് ജന്മദിനാഘോഷത്തിൻ്റെ ഒരുങ്ങി ചെമ്പൈ ഗ്രാമം. 2 ദിവസങ്ങളായി നടക്കുന്ന സംഗീതോത്സവത്തിൽ 200-ലധികം ഗായകർ സംഗമിക്കും. സംഗീതോത്സവം സെപ്റ്റംബർ 13, 14 ശനി ഞായർ ദിവസങ്ങളായാണ് നടക്കുക. ശനിയാഴ്ച ഉച്ചയ്ക്ക് 3-ന് മഞ്ചേരി സ്വാതി തിരുനാൾ സംഗീത ഗുരുകുലം വിദ്യാർത്ഥികളുടെ സംഗീതാരാധനയോടെ തുടക്കമാകും. കണ്ണൂർ ചെമ്പൈ സംഗീത ഭവനിലെയും തൃശൂർ വലപ്പാട് ത്യാഗരാജ സഭയിലെ യുവ സംഗീതജ്ഞരുടെയും സംഗീതാലാപനമുണ്ടായിരിക്കും. വൈകുന്നേരം 6:30-ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യും. ലക്കിടി കുഞ്ചൻ സ്മാരക സമിതി ചെയർമാൻ K ജയദേവൻ അധ്യക്ഷത വഹിക്കും. പ്രമുഖ വ്യവസായി ഡോക്ടർ സിദ്ദീഖ് അഹമ്മദ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. വൈകിട്ട് 7-ന് അഭിനയം ഉണ്ണിയും സംഘവും സംഗീത കച്ചേരി നടത്തും. 14-ന് ഞായറാഴ്ച രാവിലെ ചെമ്പൈ വിദ്യാപീഠം അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് സംഗീതാർച്ചന. 11:30-ന് ഡോക്ടർ മാലിനി ഹരിഹരൻ്റെ കച്ചേരി. ഉച്ചയ്ക്ക് 12:15-ന് ചെമ്പൈ വിദ്യാപീഠത്തിൻ്റെ 39ാം വാർഷിക സമ്മേളനം മുൻ മന്ത്രി AK ബാലൻ ഉദ്ഘാടനം എന്നിവ നടക്കും. PP സുമോദി MLA അധ്യക്ഷത വഹിക്കും. VK ശ്രീകണ്ഠൻ MP മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഉച്ചയ്ക്ക് 1-ന് മണ്ണൂർ MP രാജകുമാരനുണ്ണിയും സംഘവും അവതരിപ്പിക്കുന്ന കച്ചേരിക്കു ശേഷം സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമായി 200-ൽ പരം യുവ സംഗീതജ്ഞർ സംഗീതാലാപനം നടത്തുമെന്നും പക്കവാദ്യക്കാരായി അറിയപ്പെട്ട നിരവധി പേർ പങ്കെടുക്കുമെന്നും ദ്വിദിന ചെമ്പൈ ജയന്തി ആഘോഷ കമ്മിറ്റി ചെയർമാൻ ചെമ്പൈ സുരേഷ്, സെക്രട്ടറി കീഴത്തൂർ മുരുകൻ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തനിച്ച് താമസിച്ചിരുന്ന റിട്ടയർഡ് CISF ഉദ്യോഗസ്ഥനെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ പന്നിയടി പള്ളിക്കൽ കുന്നംകുളത്ത് സമീപം താമസിക്കുന്ന കൊടാങ്കിൽ വീട്ടിൽ പരാതനായ നാരായണൻ നായരുടെ മകൻ 72 വയസ്സുള്ള വിജയനെയാണ് വ്യാഴാഴ്ച രാവിലെ നാട്ടുകാർ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തനിച്ചു താമസിക്കുന്ന ഇദ്ദേഹത്തിന് ഭക്ഷണം നൽകാൻ വേണ്ടി അയൽവാസികൾ എത്തിയപ്പോഴാണ് കട്ടിലിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ചെറുതുരുത്തി SI ജമാലുദ്ദീൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മേൽനടപടികൾ സ്വീകരിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂ. ഭാര്യ രമ, മക്കൾ വിധു, വിനു, വിദ്യ. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കോങ്ങാട് കേരളശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചു. പോലീസ് കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് KPCC ആഹ്വാനമനുസരിച്ചായിരുന്നു മാർച്ച്. DCC മെമ്പർ CN ശിവദാസൻ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് TU മുരളീകൃഷ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി TV രാമദാസ്, കേരളശ്ശേരി മണ്ഡലം പ്രസിഡന്റ് PR പങ്കജാക്ഷൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി UJ ഹരിഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. CPIയുടെ നേതാവ് പറയുന്നു എന്നെയും തല്ലിയിട്ടുണ്ട്. അപ്പൊ ഇതുവരെയൊക്കെ എല്ലാവരും പറഞ്ഞത് ഭരണത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി പലരും മിണ്ടാതിരുന്നു. പക്ഷേ സുജിത്ത് ധൈര്യപൂർവ്വം മുന്നോട്ട് വന്നപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, സുജിത്ത് ഒരു മാതൃകയായിട്ടുള്ള പൊതുപ്രവർത്തകനാണെന്ന് പറഞ്ഞത്. ആ പൊതുപ്രവർത്തകന്റെ മാതൃകയിലൂടെ ഈ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ പലർക്കും ഇപ്പൊ ധൈര്യമായി. പ്രതിഷേധ മാർച്ചിന് പഞ്ചായത്ത് മെമ്പർമാരായ PA കൃഷ്ണൻകുട്ടി, CO സദാനന്ദൻ, TA സഹദേവൻ, ബോബൻ കേരളശ്ശേരി, KS സലീം, PS സായ് പ്രശാന്ത്, CA കൃഷ്ണകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ആഘോഷങ്ങൾ ഏതുമാകട്ടെ, വിളിപ്പുറത്തെത്തും ഷൊർണൂർ കുടുംബശ്രീയുടെ റെഡ്മി ടീമിൽ ഷൊർണൂർ നഗരസഭയുടെ വിവിധ വാർഡുകളിൽ നിന്നായി 20 കുടുംബശ്രീ വനിതകൾ. പാലക്കാട് ജില്ലയിൽ ആദ്യമായിട്ടാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു സംരംഭം. ആഘോഷങ്ങൾക്കുള്ള പാചകം, വധുവിനെ ഒരുക്കാനുള്ള ബ്യൂട്ടീഷ്യൻ,
വാഹനങ്ങൾ, കലാപരിപാടികൾ തുടങ്ങി ഭക്ഷണം വിളമ്പി നൽകാനും വീട് വൃത്തിയാക്കലും ട്രാഫിക് നിയന്ത്രണങ്ങളും ഉൾപ്പെടെ എന്തുമാകട്ടെ എല്ലാം ഒരു കുടക്കീഴിൽ ലഭ്യമാണ്. ഷൊർണൂർ നഗരസഭയുടെ കുടുംബശ്രീയുടെ പുതിയ സംരംഭമാണ് റെഡ്മി ഇവന്റ് മാനേജ്മെന്റ്. ഷൊർണൂർ നഗരസഭയിലെ വിവിധ വാർഡുകളിൽ നിന്നും തെരഞ്ഞെടുത്ത 20 കുടുംബശ്രീ വനിതകളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. സാധാരണക്കാർക്ക് ആവശ്യമായ എല്ലാ സേവനങ്ങളും ഒരുക്കി മുന്നേറുന്ന ഷൊർണൂർ കുടുംബശ്രീ CDS ചലനം മെന്റർഷിപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായി രൂപീകരിച്ച പുതിയ സംരംഭമാണ് റെഡ്മി ഇവന്റ് മാനേജ്മെന്റ്. പാലക്കാട് ജില്ലയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു കുടുംബശ്രീ സംരംഭത്തിന് തുടക്കം കുറിക്കുന്നത്. ഇത്തരത്തിൽ ഒരു ആശയം മുന്നോട്ട് വച്ചപ്പോൾ കുടുംബശ്രീ വനിതകളായ 50 പേർ നഗരസഭയിലെത്തിയിരുന്നു. ഇതിൽ നിന്നും പ്രത്യേകം തിരഞ്ഞെടുത്ത കുടുംബശ്രീ അയൽക്കൂട്ട അംഗങ്ങളായ 20 വനിതകളാണ് പുതിയ സംരംഭത്തിന് നേതൃത്വം നൽകുന്നത്. ഇവർക്ക് ആവശ്യമായ പരിശീലനം കുടുംബശ്രീ മുഖേനയാണ് ലഭ്യമാക്കിയിട്ടുള്ളത്. ഭക്ഷണം വിളമ്പി നൽകുക എന്നതാണ് നിലവിൽ ഇവർ ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഓണം സംബന്ധമായിട്ട് ഭക്ഷണം വിളമ്പി കൊടുത്തിട്ടാണ് ഇപ്പോൾ ആദ്യമായിട്ട് ആരംഭിച്ചത്. ഇനി വീട് ക്ലീനിങ്, പിന്നെ കുക്കിംഗ്, പിന്നെ സെക്യൂരിറ്റി, അങ്ങനെ എല്ലാ കല്യാണങ്ങളുടെ എല്ലാതും, പിന്നെ വീടുകൾ കൂട്ടി കിടക്കുന്നുണ്ടെങ്കിൽ അത് അവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കുക. പിന്നെ അങ്ങനെ പല ഓർഡറുകളും ഞങ്ങൾ സ്വീകരിക്കുന്നതാണ്. ഞങ്ങളുടെ മുനിസിപ്പാലിറ്റി ചെയർമാൻ, പിന്നെ CDSലെ സിന്ധു ചേച്ചി, പിന്നെ ചലന മെമ്പർഷിപ്പിലെ മിനി മാഡം, മനസാറ്, ഇവരുടെയൊക്കെ പിന്തുണയോടെയാണ് ഇപ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചത്. കൃത്യമായി പാചക പരിശീലനം നൽകലാണ് അടുത്ത ലക്ഷ്യം. വിജയകരമായി സംരംഭത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ ജോയിന്റ് അക്കൗണ്ട് തുടങ്ങി 20 അംഗങ്ങൾക്ക് കൂടുതൽ വേതനം നൽകാനും കൂടാതെ ഒരു ഓഫീസ് തുറന്ന് പ്രവർത്തനം ആരംഭിക്കാനും നഗരസഭ ആലോചിക്കുന്നുണ്ട്. ചലനത്തിന്റെ ഭാഗമായി നമ്മൾ വനിതകൾക്ക് കൂടുതൽ സംരംഭകരെ സൃഷ്ടിക്കുക എന്നുള്ള, സ്വയം വരുമാനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ റെഡ്മി കൊണ്ടുവന്നിരിക്കുന്നത്. റെഡ്മി ഏതൊരു ആവശ്യത്തിന് വിളിച്ചാലും റെഡ്മി ഒപ്പം നമ്മളോടൊപ്പം ഉണ്ടാകും. മറ്റ് സ്ഥാപനങ്ങളെക്കാൾ വളരെ മിതമായ നിരക്കിലാണ് റെഡ്മിക്കാർ സേവനങ്ങൾ അനുഷ്ഠിക്കുന്നത്. സേവനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലെ ഒരു കല്യാണം തുടക്കം മുതൽ അവസാനം വരെ നമ്മുടെ റെഡ്മി ചെയ്തു കൊടുക്കും. കല്യാണ പെണ്ണിന് വധുവിനെ ഒരുക്കുന്നത് മുതൽ സദ്യ, അതുപോലെ തന്നെ വാഹനം, അങ്ങനെ എന്തൊരു കാര്യത്തിനുമായാലും നമ്മുടെ റെഡ്മി ഒപ്പം ഉണ്ടാകും. കഴിഞ്ഞ ദിവസം നഗരസഭയിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ റെഡ്മി ഇവന്റ് മാനേജ്മെന്റിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് നിർവഹിച്ചിരുന്നു. ഈ ചടങ്ങിൽ വെച്ച് തന്നെ 20 അംഗങ്ങൾക്കുള്ള അംഗത്വ ബാഡ്ജുകളും ചെയർമാൻ വിതരണം ചെയ്തിരുന്നു. തുടക്കം മുതലേ റെഡ്മി ഇവന്റ് മാനേജ്മെന്റിന് വർക്ക് ഓർഡറുകൾ ലഭിച്ചു തുടങ്ങി എന്നാണ് അംഗങ്ങൾ പറയുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കൂനത്തറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിൽ പാലക്കാട് ഘടകത്തിന്റെ സഹകരണത്തോടെയാണ് ജീവധാര 2025 സംഘടിപ്പിച്ചത്. കൂനത്തറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ജിനേഷ് കുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് E രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ KG അനിത സ്വാഗതവും മുൻ NSS പ്രോഗ്രാം ഓഫീസർ A സുധീർ നന്ദിയും പറഞ്ഞു. പാലക്കാട് ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VP ഇന്ദു, ബ്ലഡ് ബാങ്ക് കൗൺസിലർ B രഞ്ജിത്ത് രാജ്, നഴ്സിംഗ് ഓഫീസർ S പ്രിയ തുടങ്ങിയവർ നേതൃത്വം നൽകി. 48 പേർ രക്തം ദാനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വകാര്യ സർവകലാശാല ബിൽ അനന്തമായി നീളുന്നത് ഗവർണർ ഒപ്പിടാത്തതാണെന്നും ഇത് സംബന്ധിച്ച കേസ് കോടതിയിൽ തുടരുകയാണെന്നും മന്ത്രി R ബിന്ദു. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഭാവി മുൻനിർത്തി 2031 കോട്ടയത്ത് വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിക്കുമെന്നും മന്ത്രി. സെമിനാറിൽ സമ്പൂർണ്ണവും സൗജന്യവുമായ ഇന്റേൺഷിപ്പും പെയ്ഡഡ് ഇന്റേൺഷിപ്പും സംഘടിപ്പിക്കുമെന്നും മന്ത്രി R ബിന്ദു. നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ മങ്കര പഞ്ചായത്തിലെ വാതക ശ്മശാനം യാഥാർത്ഥ്യമാകുന്നു. പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് 2016 KV വിജയദാസ് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 45 ലക്ഷം രൂപ ചെലവിൽ. ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ കുളപ്പള്ളി ഷൊർണൂർ പാതയിലെ കുഴികൾ ടാറിംഗ് പ്രവൃത്തികൾക്ക് തുടക്കം. സംഗീത സാഗരം തീർക്കാൻ ഒരുങ്ങി ചെമ്പൈ ഗ്രാമം. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ 129ാം ജന്മദിനാഘോഷം സെപ്റ്റംബർ 13-14 തീയതികളിൽ. സംഗീത സംഗമത്തിൽ പങ്കെടുക്കുന്നത് 200-ൽ പരം ഗായകർ. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കാളികൾ. ആഘോഷങ്ങൾ ഏതുമാകട്ടെ, വിളിപ്പുറത്തെത്തും ഷൊർണൂർ കുടുംബശ്രീയുടെ റെഡ്മി ടീമിൽ ഷൊർണൂർ നഗരസഭയുടെ വിവിധ വാർഡുകളിൽ നിന്നായി 20 കുടുംബശ്രീ അംഗങ്ങൾ. സംരംഭം പാലക്കാട് ജില്ലയിൽ തന്നെ ആദ്യത്തേത്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.